ഇടതുവശത്തുകൂടി KSRTCയുടെ ഓഫീസ് ബിൽഡിങ്ങിന്റെ സമീപത്തുകൂടി സ്റ്റേജിന്റെ ഇടതുവശത്ത് എത്തിച്ചേരണം. വോളണ്ടിയർമാർ സ്റ്റേജിന്റെ ഇടതുവശത്ത് ക്രമീകരിച്ചിട്ടുള്ള സ്ഥലത്ത് അണിനിരക്കണം എന്നാണ്. ഈ മഹാസമ്മേളന ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ കഴിഞ്ഞ 2 വർഷക്കാലം നമ്മെ നയിച്ച പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ പ്രിയങ്കരായ സെക്രട്ടറി സഖാവ് രാജീവ് നയിക്കുന്ന ചുവപ്പ് ഹലോ എവിടെ പോയി ഹലോ എവിടെ പോയി പൊതുസമ്മേളനം ഉടനെ ആരംഭിക്കുകയാണ്. എല്ലാവരും ഇവിടെ വോളണ്ടിയർമാർ അവർക്ക് നിശ്ചയിച്ചിട്ടുള്ള സ്ഥലത്തേക്ക് മാറി അണിനിരക്കണം. വോളണ്ടിയർമാർ നിശ്ചയിച്ചിട്ടുള്ള സ്ഥലത്തേക്ക് മാറി അണിനിരക്കണം. നമ്മുടെ പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടകൻ ഞാനിപ്പോൾ വോളണ്ടിയർമാർ നിൽക്കുന്നത്. വോളണ്ടിയർമാർ അവിടെ നിന്ന് മാറി നിശ്ചിത സ്ഥലത്തേക്ക് അവർ നിശ്ചയിച്ചിട്ടുള്ള സ്ഥലത്തേക്ക് സേലം ജില്ലയിലെ അകത്തളങ്ങളിലും മുനയും കുന്നിലും പാടിക്കുന്നിലും അത് തന്നെ ആ പുള്ളി ഈ ജ്യോതിയുടെ അക്ഷരാർത്ഥത്തിൽ ചെന്നിടക്കിക്കൊണ്ട് ഈ വഴിക്കാരുടെ കടന്നുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ 24ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായിട്ടുള്ള റിസ്പാൻസർമാർ ഇവിടെ ക്രമീകരിച്ച സ്ഥലത്തേക്ക് മാറേണ്ടതാണ്. ആ റോഡിൽ വിളിക്കുന്ന സഖാക്കൾ കസേരയിലേക്ക് കയറിയിരിക്കണം അറിയിക്കുകയാണ്. സഖാക്കളും ഈ സമ്മേളനത്തിന്റെ വിജയത്തിനായി ഇവിടെ ക്രമീകരിക്കുന്ന കസേരകളിൽ കടന്നിരിക്കണമെന്ന് അറിയിക്കാം.
മാറിക്കൊടുക്കണം അറിയിക്കുകയാണ്. ഈ വഴിപാടുകൾ കടന്നുവന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ
പൊതുപ്രകടനമാണ് ഈ വാഹനത്തിന് അയ്യൂരും കരുവള്ളൂരും മുന്നപ്പറയും വയലാറും മന്ത്രിക്കാട് മുനേക്കുന്നും ചേലവും തെലങ്കാനയും ചേർന്ന് വികാസം ചെയ്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 24-ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയുള്ള പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിന് സമാപനം കുറിച്ചുകൊണ്ടുള്ള ചുവപ്പ് സേന മാർച്ച് പ്രകടനവുമാണ് ഈ വഴിക്കാരനോട് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ 24-ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായിട്ടുള്ള പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിന് സമാപനം കുറിച്ചുകൊണ്ടുള്ള ചുവപ്പ് സേന മാർച്ച് പ്രകടനമാണ് ഈ വാഹനത്തിന് തൊടുവിനാലെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മെ നയിച്ച 9 വർഷക്കാലം നമ്മെ നയിച്ച തെരഞ്ഞെടുക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ സെക്രട്ടറി സഖാവ് ഞങ്ങൾ മാറിക്കോളൂ. നമ്മുടെ കൂടെ നിന്ന മനുഷ്യനാണ് എവിടെ പോയത്? നമ്മളൊക്കെ പോയിട്ടുണ്ട്. ആളുകൾ എന്തെങ്കിലും പറയട്ടെ. ആളുകൾ ആദ്യമേ മേരിമാല ഓഡിറ്റോറിയത്തിൽ തയ്യാറാക്കിയിരുന്ന സഖാവ് സീതാറാം യെച്ചൂരിയുടെ പേരിലുള്ള നഗറിൽ ഈ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 300 തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ ഒത്തുചേരുകയും ഈ ജില്ലയിലെ രാഷ്ട്രീയ സ്ഥിതിഗതികൾ, സംഘടനാ സ്ഥിതിഗതികളെല്ലാം വിലയിരുത്തുകയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെ കൂടുതൽ ശക്തിയായി, കൂടുതൽ ഉയരങ്ങളിലേക്ക് നയിക്കുന്നതിനാവശ്യമായ തീരുമാനങ്ങൾ എടുക്കുകയും ആ തീരുമാനങ്ങൾ നടപ്പാക്കുന്നതിനാവശ്യമായ നേതൃത്വത്തെ തെരഞ്ഞെടുക്കുകയും ചെയ്ത് ഇന്ന് ഉച്ചയ്ക്ക് പ്രതി സമ്മേളനം അവസാനിക്കുകയും അതിൻ്റെ സമാപനം കുറിക്കുന്ന മഹാസമ്മേളനമാണ് ഇവിടെ എത്തിച്ചേരുന്നത്. കോന്നിയെ സംബന്ധിച്ചിടത്തോളം കോന്നി ആദ്യമായിട്ടാണ് അഭിവക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടേതായാലും CPIM-ൻ്റെതായാലും ആദ്യമായിട്ടാണ് ഒരു ജില്ലാ സമ്മേളനം ഇവിടെ വെച്ച്. ആരോഗ്യവകുപ്പ് മന്ത്രി സഖാവ് വീണ ജോർജ് നമ്മുടെ സ്വപ്നം മെഡിക്കൽ കോളേജ് വളർത്തുന്ന സ്വപ്നവും അതിന്റെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനവും എല്ലാം കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് തന്നെ അതിന്റെ ഓരോ ചലനങ്ങൾ ശ്രദ്ധിക്കാനും ആ ചലനങ്ങളിലെല്ലാം ഇടപെട്ട് ഈ കോളേജിന്റെ അംഗീകാരം നേടിയെടുക്കാനും ആ കോളേജ് യാഥാർത്ഥ്യമാക്കാനും എല്ലാം നമ്മളോടൊപ്പം നിന്ന സഖാവ് വീണ ജോർജ് താലൂക്ക് ഹോസ്പിറ്റലിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാനുള്ള പരിശ്രമത്തിലാണ് ഇപ്പോൾ ഏർപ്പെട്ടിട്ടുള്ളത്. ആരോഗ്യരംഗത്തും അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസന രംഗത്തും വിസ്മയകരമായ നേട്ടങ്ങളാണ് സഖാവ് പിണറായി വിജയനാണ്.
ഓരോ നിമിഷവും ആക്രമിക്കപ്പെടുന്ന ഒരു നേതാവെന്ന നിലയിൽ നമ്മുടെ കേരളത്തിൽ മാറിയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് സഖാവ് പിണറായി വിജയൻ്റെത്. എല്ലാ സംഭവങ്ങളുടെയും കേരളത്തിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങൾക്കും സമാധാനം പറയേണ്ടത് ഒരാളാണ് എന്ന നിലയിൽ അദ്ദേഹത്തെ വ്യക്തിപരമായും കുടുംബത്തെ വ്യക്തിപരമായും അതുവഴി ഈ പാർട്ടിയെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള പ്രചാരവേലകൾ നമ്മുടെ നാട്ടിൽ അങ്ങോളം ഇങ്ങോളം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പ്രചാരവേലകളെയെല്ലാം നിഷ്പ്രഭമാക്കിക്കൊണ്ട് തന്റെ ഇടത്തോടുകൂടി കേരളത്തിന്റെ ആധുനിക കേരളത്തിന്റെ സൃഷ്ടിപരമായിട്ടുള്ള പ്രവർത്തനങ്ങളെ നമ്മുടെ നാടിന്റെ എല്ലാ വികസന പ്രവർത്തനങ്ങളിലും നമ്മളോടൊപ്പം നിന്ന് നമ്മളെ സഹായിക്കുന്ന ധോണിയെ മാറ്റാൻ വികസനപരമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സഖാവ് വീണ ജോർജിനെ ഏറെ സന്തോഷത്തോടു കൂടി ഈ സമ്മേളനത്തിലേക്ക് ഹാർദവമായി ഏറെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകുന്ന ആ ജനനേതാവിനെ ഈ യോഗത്തിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായിട്ടുള്ള സഖാക്കൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെയെല്ലാം ഈ യോഗത്തിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് മാധ്യമ പ്രവർത്തകരെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ. All comrades, attention! All comrades, front salute, salute! Good order! ആരാധനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, നമ്മുടെ ബഹുമാനായ ഉദ്ഘാടകൻ, നമ്മുടെ പാർട്ടി ഇന്നത്തെ നിലയിൽ ഈ ജില്ലയിൽ കരുത്തുറ്റ മുന്നേറ്റത്തിന് നേതൃത്വം നൽകിയ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായ മുൻ ജില്ലാ സെക്രട്ടറി ആരാധനായ ഉദയഭാനു സഖാവ്, ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ജില്ലയുടെ അഭിമാനമായ നമ്മുടെ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ്, ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ MLA ജനീഷ് കുമാർ, സ്വാഗത സംഘത്തിൻ്റെ ചെയർമാൻ അജയ്കുമാർ, സെക്രട്ടറി ശ്യാംലാൽ അടക്കം വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന പ്രിയമുള്ളവരെ, ഭദ്രമായ സംസ്ഥാനമാക്കി കഴിഞ്ഞ 7 വർഷക്കാലവും കേന്ദ്ര ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം പ്രിയമുള്ളവരെ കേരളമാണ്. ആ കേരളത്തെ ഈ നിലയിലേക്ക് ഉയർത്താൻ നേതൃത്വം നൽകുന്ന മികച്ച ഭരണത്തിനുള്ള തുടർച്ചയായ അവാർഡുകളാണ് കേരളത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾക്കറിയാം. ആ കേരളം ഏതാണ്ട് 40-ലധികം കാര്യങ്ങളിൽ നമ്പർ 1 ഇന്ത്യ രാജ്യത്ത് കേരളമാണ്. ആ കേരളത്തെ പടുത്തുയർത്തിയ ആ നേതാവാണ് നമുക്കിന്ന് ഉദ്ഘാടകനായി ഇന്നിവിടെ കടന്നു വന്നിരിക്കുന്ന ആരാധ്യനായ മുഖ്യമന്ത്രി. അതുകൊണ്ട് നമുക്കേവർക്കും നമ്മുടെ വേദിയിലേക്ക് ഉദ്ഘാടന പ്രസംഗത്തിനായി ആരാധ്യനായ മുഖ്യമന്ത്രിയെ നമുക്ക് ആദരവോടെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യാം. അഭിവാദ്യങ്ങൾ. സദസ്സിലെ സഹോദരി സഹോദരന്മാർ, കഴിഞ്ഞ 3 ദിവസമായി കോന്നിയിൽ നടന്ന CPIM-ന്റെ പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിൻ്റെ സമാപന സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത്. CPIM-നെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ്. കൃത്യമായ ഇടവേളയിൽ 3 വർഷം കൂടുമ്പോൾ പാർട്ടിയുടെ ബ്രാഞ്ച് മുതൽ നേരോട്ടുള്ള എല്ലാ ഘടകങ്ങളുടെയും സമ്മേളനം നടക്കും. ബ്രാഞ്ച് സമ്മേളനം മുതൽ പാർട്ടി കോൺഗ്രസ്,
ഇത് പല പാർട്ടികൾക്കും ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ്. എന്നാൽ ചിട്ടയോടെ ഭംഗിയായി എല്ലാ ഘട്ടത്തിലും ഈ സംഘടനാ സമ്മേളനങ്ങൾ പൂർത്തിയാക്കുന്ന പാർട്ടിയാണ് CPI എന്നത് അനുഭവത്തിലൂടെ നമ്മുടെ നാടും രാജ്യവും നല്ലതാണ്. ഇതൊരു ജനാധിപത്യ പ്രക്രിയയാണ്. ഈ ജനാധിപത്യ പ്രക്രിയയിലൂടെയാണ് ബ്രാഞ്ച് സെക്രട്ടറി മുതൽ മേലോട്ടുള്ള എല്ലാ പാർട്ടി ഭാരവാഹികളെയും തെരഞ്ഞെടുക്കപ്പെടുന്നു. ലോക്കൽ സമ്മേളനത്തിൽ വെച്ച് ലോക്കൽ കമ്മിറ്റിയും ലോക്കൽ കമ്മിറ്റിയിൽ വെച്ച് സെക്രട്ടറിയും മേലോട്ടുള്ള ഏരിയയും ജില്ലയും സംസ്ഥാനവും അവസാനം പാർട്ടി കോൺഗ്രസും. ആ പാർട്ടി കോൺഗ്രസിൽ വെച്ച് കേന്ദ്ര കമ്മിറ്റിയെ തെരഞ്ഞെടുക്കുന്നു. കേന്ദ്ര കമ്മിറ്റി പാർട്ടി സെക്രട്ടറിയെ തെരഞ്ഞെടുക്കുന്നു. ഇതാണ് എല്ലാ ഘടകങ്ങളും തുറന്നു വരുന്ന രീതി. ഇത്രയും ജനാധിപത്യപരമായി കാര്യങ്ങൾ നിർവഹിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ജനാധിപത്യ പാർട്ടിയായി നമ്മുടെ നാട്ടിൽ പൊതുവെ വിശേഷിപ്പിക്കാറില്ല. അത്തരം ആളുകൾ ജനാധിപത്യ പാർട്ടിയെ വിശേഷിപ്പിക്കുന്ന ജനാധിപത്യ പാർട്ടികൾക്ക് വർഷങ്ങളല്ല ദശാബ്ദങ്ങൾ തന്നെ ഇത്തരത്തിലുള്ള ഒരു പ്രക്രിയയും ഇല്ല എന്നുള്ളതും നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷെ അവരെയാണ് ജനാധിപത്യ പാർട്ടി എന്ന് വിശേഷിപ്പിക്കുന്നത് നാം കേൾക്കാറുണ്ട്. നമ്മുടെ രാജ്യം ഒരു പ്രത്യേക ദശാസന്ധിയിലൂടെ കടന്നു പോകുന്ന ഘട്ടത്തിലാണ് ഈ സമ്മേളനം നടക്കുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങൾ പലതും വെല്ലുവിളിക്കപ്പെടുകയാണ്. നിർഭാഗ്യകരമായ ഒരു കാര്യം, ആരാണോ ഈ അടിസ്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ടവർ അവർ തന്നെ ഇവയെ തകർക്കാൻ വേണ്ടി നേതൃത്വം കൊടുക്കുന്നു എന്നതാണ്. ഇത് നമ്മുടെ രാജ്യത്തിന് വന്നു ചേർന്ന അത്യന്തം നിർഭാഗ്യകരമായ അവസ്ഥയാണ്. ഇതിനെക്കുറിച്ച് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുക, നമ്മുടെ രാജ്യം ദീർഘകാലം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് കീഴിൽ കഴിഞ്ഞ ഒരു രാഷ്ട്രമാണ്. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുന്നതിന് വേണ്ടിയുള്ള അത്യുജ്വലമായ പ്രക്ഷോഭ സമരങ്ങളാണ് രാജ്യത്ത് ഉയർന്നു വന്നത്. അതിന് നേതൃത്വം കൊടുത്ത ദേശീയ പ്രസ്ഥാനം ഈ രാജ്യത്തിൻ്റെ വ്യത്യസ്തങ്ങളായ എല്ലാ ധാരകളെയും ഉൾക്കൊണ്ടുകൊണ്ടാണ് നീങ്ങിയത്. നമുക്കറിയാം, നമ്മുടെ രാജ്യം അനേകം ഭാഷകൾ, ഒട്ടനേകം മതങ്ങൾ, വലിയ തോതിൽ ജാതീയമായ വേർതിരിവുകൾ, വൈവിധ്യങ്ങളാർന്ന സംസ്കാരങ്ങൾ, ഇവയെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട്
ദേശീയ പ്രസ്ഥാനത്തിന് നീങ്ങാൻ കഴിയും. ഈ എല്ലാ വ്യത്യസ്ത ധാരകളെയും ഒന്നിച്ചു കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതാണ് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അന്ന് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം നേടുന്നതിന് വേണ്ടിയാണ് ഈ രീതിയിൽ എല്ലാവരും ഒത്തുചേർന്നത്. ഈ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൽ ഉജ്ജ്വലമായ പങ്കുവഹിച്ചവരാണ് കമ്മ്യൂണിസ്റ്റുകൾ. അന്നത്തെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നെടുംതൂണുകളായി കമ്മ്യൂണിസ്റ്റുകാർ പ്രവർത്തിച്ചിരുന്നു. മാത്രമല്ല, ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി അനുഭവിക്കേണ്ടി വന്ന വിഷമതകളും പ്രയാസങ്ങളും ത്യാഗങ്ങളും വലിയ തോതിൽ അനുഭവിച്ചവരുമാണ് കമ്മ്യൂണിസ്റ്റുകാർ. അന്നത്തെ പോലീസിൻ്റെ മർദ്ദനം, കള്ളക്കേസിൽ കൊടുക്കൽ, ജയിൽവാസം, നടപടികളുടെ ഭാഗമായി ജീവൻ വെടിയേണ്ടി വരുന്ന അവസ്ഥ, ഇതെല്ലാം കമ്മ്യൂണിസ്റ്റുകാർക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. നാം ചരിത്രം പരിശോധിച്ചാൽ കാണാൻ കഴിയുന്നൊരു കാര്യം, അന്ന് ഈ പറയുന്ന എല്ലാവരും കോൺഗ്രസിന്റെ ഭാഗമായാണ് പ്രവർത്തിച്ചത്. കോൺഗ്രസ് പാർട്ടിയുടെ ആദ്യ നിലയെടുത്താൽ നമ്മുടെ രാജ്യത്തിൻ്റെ പൂർണ്ണ സ്വാതന്ത്ര്യം എന്ന മുദ്രാവാക്യം ആദ്യം ഉയർത്തിയിരുന്നില്ല. ആ മുദ്രാവാക്യം ഉയർത്തണമെന്ന ആവശ്യം ആദ്യമായി കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ ഉന്നയിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് നേതാവായി. ഇതെല്ലാം ചരിത്രം. അപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി കമ്മ്യൂണിസ്റ്റുകാർ മാത്രമല്ല, രാജ്യത്തിൻ്റെ വ്യത്യസ്ത വിഭാഗങ്ങളിൽപ്പെട്ടവർ അന്ന് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി അണിനിരക്കുകയും പറഞ്ഞു വരുന്നത്, ഈ ദേശീയ പ്രസ്ഥാനത്തിൽ ഒരു പങ്കും വഹിക്കാത്ത ഒരു കൂട്ടം ആ കാലത്തുണ്ടായിരുന്നു. അവര് സംഘപരിവാറായിരുന്നു, RSS ആയിരുന്നു. സംഘപരിവാറുകാർ അതിനെതിരായിരുന്നു. എല്ലാവർക്കും അറിയാം, RSSന്റെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു ഗോൾവാൾക്കർ എന്ന ഗുരുജി എന്നാണ് അദ്ദേഹത്തെ RSSകാർ വിളിക്കാറ്. സ്വാതന്ത്ര്യ സമരം ശക്തി പ്രാപിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം രാജ്യത്തെ യുവാക്കളോട് ഒരു കാര്യം പറയുകയില്ല. എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഹ്വാനം? നിങ്ങൾ ആരോഗ്യം വെറുതെ കളയരുത്. എങ്ങനെ? ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്ത് ആരോഗ്യം വെറുതെ കളയരുത്. അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്ത് നമ്മുടെ യുവാക്കളുടെ ആരോഗ്യം വെറുതെ കളയരുത് എന്ന ഉപദേശമായിരുന്നു ഗോൾവാൾക്കർ നൽകി. സ്വാതന്ത്ര്യ സമരത്തിനെതിരായിരുന്നു. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമാകാൻ പാടില്ല എന്നായിരുന്നു. മാത്രമല്ല, അന്നത്തെ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ തലവൻ വൈസ്രോയിയാണ്. വൈസ്രോയിയെ സംഘപരിവാർ നേതാക്കൾ പോയി കാണുന്നു. എന്നിട്ട് പറയുന്നു, ഞങ്ങൾക്ക് നിങ്ങൾ ഇവിടുന്ന് പോകണമെന്നില്ല, നിങ്ങളിവിടെ തുടരുന്നതിൽ ഒരു വ്യത്യസ്താഭിപ്രായവും ഞങ്ങൾക്കില്ല, നിങ്ങളോട് ഞങ്ങൾക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. ഇതാണ് സംഘപരിവാർ ആ ഘട്ടത്തിൽ ചെയ്തത്. വേറൊരു ചിത്രം
പരിശോധിച്ചാൽ നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഒരു പങ്കും വഹിക്കാത്ത ഈ കൂട്ടർ കാലചക്രം തിരിഞ്ഞു വന്നപ്പോൾ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം നേടിയതിനു ശേഷമുള്ള രാജ്യത്തിൻ്റെ ഭരണാധികാരികളായി മാറിയിരിക്കുന്നു. ഇത് RSSനും സംഘപരിവാറിനും രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ പങ്കില്ല എന്ന നില ഉണ്ടാക്കുകയാണ്. അപ്പൊ അവര് ഇല്ലാത്ത അവസ്ഥ ഈ ദേശീയ പ്രസ്ഥാനത്തിൽ ഒരു പങ്കും വഹിക്കാത്ത കൂട്ടർ ആ ചരിത്രം അങ്ങനെ ഇവിടെ നടക്കണം, അങ്ങനെ ഇവിടെ തുടരണം എന്നതിനോട് അവർക്ക് യോജിപ്പില്ല. അതുകൊണ്ട് അവരെന്താ ചെയ്യുന്നത്? ചരിത്രം തിരുത്താൻ പോവുകയാണ്. സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി ഏറ്റവും കടുത്ത ജയിലറയായി ആ കാലത്ത് കണക്കാക്കപ്പെട്ടത് അന്തമാൻ ജയിലായിരുന്നു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളെ അന്തമാനിൽ കൊണ്ടുപോയി. കേരളത്തിൽ നിന്നുള്ളവരും ഉണ്ടായിരുന്നു. അവരെല്ലാം സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്ന നിലയ്ക്ക് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അന്തസ്സോടെ ആ ജയിൽ ജീവിതം തുടരുകയായിരുന്നു. ബ്രിട്ടീഷുകാർക്ക് മുന്നിൽ അവരുടെ അഭിമാനം അടിയറ വച്ചില്ല. പക്ഷേ ആ കൂട്ടത്തില് ആ കാലത്തെ ഒരു സംഘപരിവാർ നേതാവ് എത്തപ്പെട്ടു. എന്താ അദ്ദേഹം ചെയ്തത്? അദ്ദേഹം നേരെ ബ്രിട്ടീഷുകാർക്ക് എഴുതി കൊടുത്തു, ഇനിയുള്ള കാലം മുഴുവൻ ഞാൻ ബ്രിട്ടീഷ് പാദസേവകനായി തുറന്നോളാം. ഇത്തരത്തിലുള്ള ഒരു കോർട്ടിയിലും പങ്കെടുക്കില്ല. മാപ്പ് എഴുതി കൊടുത്ത് അത് ബ്രിട്ടീഷ് ഭരണം അംഗീകരിച്ച് അദ്ദേഹത്തെ പുറത്തു കൊണ്ടുപോയി. ആ ആളെ സാധാരണ എന്താ വിളിക്കുക? സ്വാതന്ത്ര്യ സമരത്തിന്റെ ധീരസേനാനി എന്നല്ല വിളിക്കുക, വഞ്ചകൻ എന്നേ വിളിക്കാൻ പറ്റും. അപ്പോൾ കേന്ദ്ര ഗവൺമെന്റിന് അവരുടെ നേതാവിനെ വഞ്ചകൻ എന്ന് വിളിക്കാൻ പറ്റുമോ? എന്ത് ചെയ്തു? ചരിത്രം തിരുത്തുകയാണ്. ആ തിരുത്തലിന്റെ ഭാഗമായി അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനിയായി കേന്ദ്ര ഗവൺമെന്റ് വാഴ്ത്തുന്നു. നമ്മൾ കണ്ടതാണ്. ഇതൊരു ചെറിയ കാര്യം മാത്രമാണ്. എല്ലായിടങ്ങും തിരുത്താൻ മെനക്കെടുകയാണ്. ഈ സംഘപരിവാറിന് എല്ലാ കാലത്തും നമ്മുടെ രാജ്യം ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങളോട് വിപ്രതിപത്തിയായിരുന്നു. നമ്മുടെ രാജ്യം മതനിരപേക്ഷമാകണോ മതാധിഷ്ഠിതമാകണോ ഗൗരവമായി ചർച്ച ചെയ്ത വിഷയമാണ്. മതാധിഷ്ഠിതമാകണം എന്ന അഭിപ്രായമായിരുന്നു RSSനും സംഘപരിവാറിനും. അവരെ കൂടെ വേറൊരു കൂട്ടുണ്ടായിരുന്നു, ജമാഅത്തെ ഇസ്ലാമി. മതാധിഷ്ഠിതമാകട്ടെ എന്നാണ്. ഭരണഘടനാ അസംബ്ലി അതിവിശദമായി ചർച്ച ചെയ്തു. ഈ രാജ്യത്തിന്റെ സർവവിധ വൈവിധ്യങ്ങളും കാത്തുസൂക്ഷിക്കുന്നതിന് രാഷ്ട്രം മതനിരപേക്ഷമാകണം
എന്ന് തീരുമാനിച്ചു. അത് ശരിയാണെന്ന് ഈ കഴിഞ്ഞ കാലയളവ് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യും. പക്ഷേ മതനിരപേക്ഷതയ്ക്കെതിരായ നിലപാടാണ് അന്നും സ്വീകരിച്ചത് സംഘപരിവാർ, ഇപ്പോഴും സ്വീകരിക്കുന്നത്. അന്ന് സംഘപരിവാർ മതനിരപേക്ഷതയ്ക്കെതിരെ നിലപാട് സ്വീകരിച്ചാൽ അത് സർക്കാരിന്റെ നിലപാടായി മാറുമായിരുന്നില്ല. ഇപ്പോ RSS നേതൃത്വം കൊടുക്കുന്ന BJP ആണ് കേന്ദ്ര ഭരണത്തിന്റെ നേതൃത്വത്തിൽ. അതുകൊണ്ട് തന്നെ സംഘപരിവാർ നിലപാട് കേന്ദ്ര ഗവൺമെന്റ് നിലപാടായി മാറും. എന്താണ് സംഭവിക്കുന്നത്? മതനിരപേക്ഷത സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ട കേന്ദ്ര ഗവൺമെന്റ് മതനിരപേക്ഷതയ്ക്ക് എന്തെല്ലാം പോറലുകൾ ഏൽപ്പിക്കാൻ പറ്റും, ആത്യന്തികമായി എങ്ങനെ തകർക്കാനാകും, ആ നടപടികൾ ഒന്നിനു പുറകെ ഒന്നായി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് നമ്മുടെ രാജ്യത്തിൽ ഉയർന്നു വന്ന നിർഭാഗ്യകരമായൊരു വശമാണ്. ഇപ്പോ കഴിഞ്ഞ ഈ കഴിഞ്ഞ പാർലമെന്റിൽ ഒരു പ്രശ്നമുണ്ടായല്ലോ. ഭരണഘടനയെ കുറിച്ചൊരു ചർച്ച ആണോ പാർലമെന്റ് ചർച്ച ചെയ്തത്? ഭരണഘടനയെ കുറിച്ച് ചർച്ച ചെയ്യാനിടയായ കാര്യം എന്താ? ഭരണഘടന തന്നെ ഏറ്റവും അധികം വെല്ലുവിളിക്കപ്പെടുകയാണ്. ഇക്കൂട്ടർ സംഘപരിവാറുകാർ ഭരണഘടനയെ എങ്ങനെയൊക്കെ തകർക്കാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. ഏതായാലും പാർലമെന്റ് ചർച്ച ചെയ്യാൻ അവസരമുണ്ടായി. എന്താ അവിടെ നമ്മൾ കണ്ടത്? കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഏറ്റവും പ്രധാനിയായി എല്ലാവരും കണക്കാക്കുന്ന അംബേദ്കറെ കഠിനമായ രീതിയിൽ ആക്ഷേപിക്കുന്നു. എത്ര ക്രൂരമായ അപഹസിക്കൽ! എന്താണ് അതിന് കാരണം? ഒരു കാരണം ഇത് തന്നെ, ഇത് മാത്രമല്ല കാരണം. ഇത്തരം ഒരു ഭരണഘടന രൂപം കൊടുക്കുന്നതിന് നേതൃത്വം കൊടുത്തയാള് അത് സംഘപരിവാറിന് സഹിക്കാനാവുന്നില്ല. നമ്മുടെ ഭരണഘടന രൂപം കൊണ്ട് അത് അംഗീകരിച്ച് ഒട്ടും താമസിയാതെ RSSന്റെ എതിർപ്പതിനെതിരെ ഉയർന്നു വന്നു. ഭരണഘടനയെ തള്ളിപ്പറഞ്ഞു. എന്താ തള്ളിപ്പറയാൻ കാരണം? മനുസ്മൃതിയെ അംഗീകരിച്ചില്ല. രാജ്യത്ത് നടപ്പാക്കേണ്ടത് മനുസ്മൃതിയാണ്. ഇതാണ് RSS സ്വീകരിച്ച നിലപാട്. പിന്നീടല്ല, ഭരണഘടന അംഗീകരിക്കപ്പെട്ട നാൾ മുതൽ അവർ സ്വീകരിക്കുന്ന നിലപാടാണിത്. പിന്നീട് അത് ശക്തിപ്പെട്ടു വന്നിട്ടേ ഉള്ളൂ. നമ്മുടെ ഭരണഘടന ദേശീയ പ്രസ്ഥാനത്തിലൂടെ ഉയർന്നു വന്ന ഉന്നതമായ മൂല്യങ്ങളെ സ്വാംശീകരിച്ച ഭരണഘടനയാണ്. അതിനോടൊന്നും RSSനും സംഘപരിവാറിനും യോജിപ്പില്ല. അവർക്ക് വേണ്ടത് ഇന്നത്തെ സാമൂഹ്യ വ്യവസ്ഥയല്ല, സ്ത്രീ സ്വാതന്ത്ര്യമർഹതി അതുപോലുള്ള ഒട്ടേറെ കാര്യങ്ങൾ അനുശാസിക്കുന്ന
മനുവിന്റെ കാര്യങ്ങളാണ് ഇവിടെ നടപ്പാക്കേണ്ടത്. അത് വെച്ച് ആ ഭരണഘടനയെ ഈ രീതിയിൽ യാഥാർത്ഥ്യമാക്കുന്ന നേതൃത്വം കൊടുത്ത അംബേദ്കറോട് പൊരുത്തപ്പെടാൻ അവർക്ക് കഴിയുന്നില്ല. ഇതൊരു ഭാഗം. ആരാണ് അംബേദ്കർ? നമുക്കെല്ലാവർക്കും അറിയാം, രാജ്യത്തിനറിയാം. പക്ഷേ നാം കാണുന്ന മഹാനായ അംബേദ്കറെയല്ല സംഘപരിവാർ കാണുന്നത്. സംഘപരിവാറിന്റെ കണ്ണ് ഒരു പ്രത്യേക രീതിയിലേ പതിക്കൂ. എന്താ? അദ്ദേഹം സാധാരണഗതിയിൽ സംഘപരിവാറിന് അംഗീകരിക്കാൻ പറ്റുന്ന ഒരാളല്ല. എന്താ കാര്യം? ചാതുർവർണ്ണ വ്യവസ്ഥ. ചാതുർവർണ്ണ വ്യവസ്ഥ അനുസരിച്ച് മനുഷ്യരെ ചാതുർവർണ്ണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. 4 വർണ്ണങ്ങൾ. അതില് പട്ടികജാതി പട്ടികവർഗം ഇല്ല കേട്ടോ. അവരെവിടെയാ? അവർ മനുഷ്യകുലത്തിലല്ല എന്നർത്ഥം ഈ ചാതുർവർണ്ണ വ്യവസ്ഥയനുസരിച്ച്. മനുഷ്യരായിട്ട് കണക്കാക്കുന്നില്ല. ഇതാണ് ചാതുർവർണ്ണ വ്യവസ്ഥ തലക്ക് പിടിച്ചവരുടെ മനോഭാവം. മഹാനായ അംബേദ്കർ നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനാ അസംബ്ലിയിൽ ഭരണഘടനാ നിർമ്മാണത്തിന് നേതൃത്വം കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ അതിനോട് സഹിഷ്ണുത കാണിക്കാൻ, അതുമായി പൊരുത്തപ്പെടാൻ സംഘപരിവാർ മനസ്സിലാകുന്നില്ല. അതാണ് അമിത്ഷായുടെ വാക്കുകളിൽ കാണാൻ കഴിയും. ഇതാണ് രാജ്യം നേരിടുന്ന നിർഭാഗ്യകരമായ അവസ്ഥ. കേന്ദ്ര ഗവൺമെന്റ് നമ്മുടെ രാജ്യത്ത് മതനിരപേക്ഷതക്ക് പോർലേൽപ്പിക്കാൻ കഴിയാവുന്നത്ര വർഗീയ ശക്തികളെയെല്ലാം പ്രോത്സാഹിപ്പിക്കുകയാണ്. ന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെടുന്നു. സംഘപരിവാറാണ് എല്ലാ കാലത്തും ന്യൂനപക്ഷ വേട്ടയ്ക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ളത്. തുടരെ സംഭവങ്ങൾ, നിരവധി കലാപങ്ങൾ. ഇപ്പോ എന്താണ് സംഭവിക്കുന്നത്? ഇത്തരം വേട്ടകൾ നടത്തുന്നവർ സംരക്ഷിക്കപ്പെടുന്നു. അവർക്കെല്ലാം ഒത്താശയും ചെയ്തു കൊടുക്കുന്നു. കാരണം സംഘപരിവാറിന് അത് വേണം, അത് തുടരണം. അതിനാവശ്യമായ പിന്തുണ ഇവർ നൽകുകയാണ്. എത്രയെത്ര സംഭവങ്ങൾ നമ്മുടെ രാജ്യത്ത്, അനേകം കൊലപാതകങ്ങൾ ഇതിന്റെ ഭാഗമായി നടക്കുന്നു. എവിടം വരെ എത്തുന്നു? അത് പാവപ്പെട്ടവരുടെ വീടുകള് ബുൾഡോസർ ഉപയോഗിച്ച് തകർക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. സുപ്രീം കോടതിക്ക് പോലും ഇടപെടേണ്ടി വരുന്നു. സുപ്രീം കോടതി ഇടപെട്ടിട്ടും അത് ആവർത്തിക്കുന്നു. വിവിധ സംസ്ഥാനങ്ങൾ
സംഘപരിവാർ അഴിഞ്ഞാടുന്നു. നിയന്ത്രിക്കേണ്ട ഗവൺമെന്റ് പൂർണ്ണമായും നിസ്സഹകരണത്തിൽ ഈ കലാപങ്ങൾ നടത്തുന്നവരുടെ സംരക്ഷകരായി മാറുന്നു. ഇതല്ലേ രാജ്യത്താകെ കാണുന്നു. എല്ലാ വിഭാഗം ന്യൂനപക്ഷങ്ങളും വേട്ടയാടപ്പെടുകയാണ്. മണിപ്പൂർ ഇപ്പോഴും കത്തുകയാണ്. നമ്മുടെ രാജ്യത്തിലെ പ്രബലമായ രണ്ട് ന്യൂനപക്ഷമാണ് മുസ്ലിമും ക്രിസ്ത്യാനിയും. ഈ രണ്ട് വിഭാഗത്തിന് നേരെയും ആക്രമണങ്ങൾ നടക്കുകയാണ്. ഇപ്പോ സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശം ലോകമാകെ പടർത്തിക്കൊണ്ട് ക്രിസ്മസ് ആചരണം നടന്നല്ലോ. നമ്മുടെ രാജ്യത്തിലെ ചിലയിടങ്ങളിലെ ക്രിസ്ത്യാനികൾക്ക് അനുഭവിക്കേണ്ടി വന്നത് വലിയ ദുരനുഭവമാണ്. ഒരു കൂട്ടരെ മരത്തിൽ പിടിച്ചു കെട്ടി തല്ലിയ വാർത്ത വന്നിട്ടുണ്ട്. സംഘപരിവാറുകാർ നമ്മുടെ തൊട്ടുകിടക്കുന്ന കർണാടകയിൽ വിവിധ ഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ള ആക്രമണങ്ങൾ, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ടായ ആക്രമണങ്ങൾ എല്ലാ ന്യൂനപക്ഷങ്ങളെയും വേട്ടയാടുന്ന അവസ്ഥയാണ്. എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്? അവരത് മറച്ചു വെക്കുന്നില്ല. വിവിധ തരത്തിലുള്ള സംഘർഷത്തിന്റെ വഴി തേടി പോവുകയാണ്. ഇപ്പോൾ രാജ്യത്ത് ഒട്ടേറെ ആരാധനാലയങ്ങളുണ്ട്. എല്ലാ വിഭാഗങ്ങളും സാധാരണഗതിയിൽ ആരാധിക്കുന്നവരാണ്. അവരവരുടേതായ വഴിയിൽ മഹാഭൂരിഭാഗം പേരും നമ്മുടെ രാജ്യത്ത് വിശ്വാസികളാണ്. അവരുടേതായ ആരാധനാ രീതികളുണ്ട്. സംഘപരിവാറിന് മറ്റ് മതങ്ങളോടും മതസ്ഥരോടും വല്ലാത്തൊരു അസഹിഷ്ണുത വളർന്നു വരുന്നു. അത് വിരോധത്തിലേക്ക് നയിക്കുന്നു. അന്യമത വിരോധത്തിലേക്ക് നയിക്കുന്നു. ഇപ്പോ ആരാധനാലയങ്ങളെ പല രീതിയിൽ കൈവശപ്പെടുത്താനുള്ള നീക്കങ്ങൾ നടക്കുന്നു. വലിയ സംഘർഷത്തിന് വഴിവെക്കുന്ന രീതി. നേരത്തെ ബാബറി മസ്ജിദിന്റെ പ്രശ്നം ഉണ്ടായതാണ്. ഇപ്പോ കാശിയും മധുരയും മറ്റു സ്ഥലങ്ങളുമെല്ലാം ആ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് ഉയർന്നു. നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികൾ തന്നെ അങ്ങേയറ്റം പ്രകോപനപരമായ പ്രസംഗങ്ങൾ നടത്തുന്നു. ഇത്തരത്തിലുള്ള കലാപം സൃഷ്ടിക്കുന്നതിന് ആവശ്യമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. നമ്മുടെ രാജ്യത്ത് 1947 ആഗസ്റ്റ് 15 ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ എന്തായിരുന്നു ആരാധനാലയങ്ങളുടെ സ്ഥിതി? അതിനൊരു മാറ്റവും വരുത്താൻ പറ്റില്ല. ആ മാറ്റത്തിന് വേണ്ടിയുള്ള ആവശ്യങ്ങൾ വന്നാൽ അതിൽ ഇടപെടാൻ പാടില്ല എന്ന നിയമം അംഗീകരിച്ച രാജ്യമാണിത്. സുപ്രീം കോടതി അടക്കം വ്യക്തമാക്കിയതുമാണത്. പക്ഷേ കലാപം വേണ്ടവർ, സംഘർഷം വേണ്ടവർ
ആ കലാപവും സംഘർഷവും ഉണ്ടാക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനാണിത്? അതാണ് നാം ചോദിക്കേണ്ടത്. എന്തിനാണ് വർഗീയ സംഘർഷം? എന്തിനാണ് നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്ന ജനങ്ങൾ തമ്മിൽ കടുത്ത വിരോധവും ശത്രുതയും കലാപവും ലഹളയും അതിന്റെ ഭാഗമായുള്ള മറ്റ് കാര്യങ്ങളും ഉണ്ടാകണമെന്ന് ഇക്കൂട്ടർ ആഗ്രഹിക്കുന്നത്? ഈ രാജ്യത്തിന്റെ അവസ്ഥയാണ്. നമ്മുടെ രാജ്യത്തിന്റെ ഭരണം നിലനോക്കിയാൽ ഇന്ത്യയിലെ ജനങ്ങൾ ഏറ്റവും പരിതാപകരമായ അവസ്ഥയിലാണ്. രാജ്യത്തിന്റെ അവസ്ഥ ഇപ്പൊ ഇന്ത്യ ഗവൺമെന്റ് കണക്കുകൾ പറയും. നമ്മുടെ രാജ്യത്തിന്റെ വരുമാനം എത്ര? ശരാശരി ആളോഹരി വരുമാനം എത്ര? കേട്ടാൽ വലിയ തെറ്റില്ല എന്ന് നമുക്ക് തോന്നും. ഒരു കാര്യം ചെയ്താൽ മതി. ഈ പറയുന്ന വരുമാനത്തിൽ രാജ്യത്തിലെ അതിസമ്പന്നരായവരുണ്ട്. വളരെ വലിയ കൂട്ടമല്ല അവര്. വലിയ കൂട്ടം എന്ന് വെച്ചാൽ വലിയ നമ്പറല്ല, വലിയ ശതമാനമല്ല. ആ ചുരുങ്ങിയ ശതമാനം 5% വെക്കുക, 5% ഒഴിവാക്കുക. ഒഴിവാക്കി കണക്ക് വെച്ചാലോ അപ്പൊ കാണാം ലോകത്തെ ഏറ്റവും പരമദരിദ്രമായ രാഷ്ട്രത്തിന്റെയും പുറകിലാണ് നമ്മുടെ രാജ്യത്തിന്റെ നില എന്ന്. അതാണ് യഥാർത്ഥ സ്ഥിതി. പല കണക്കുകളിലൂടെ ഇത് പുറത്തു വരുന്നുണ്ട്. ഇപ്പോ ദാരിദ്ര്യം ലോകത്തെ രാജ്യങ്ങളെ ആകെ ഒരു പട്ടികയാക്കിയിട്ടുണ്ട്. ആ പട്ടികയിൽ ഇന്ത്യ എത്രാമത്തെ സ്ഥാനത്താ? 105 സ്ഥാനത്ത്. 105 കഴിഞ്ഞാൽ പിന്നെ അധികം രാഷ്ട്രങ്ങളില്ല കേട്ടോ. നമ്മുടെ തൊട്ടുകിടക്കുന്ന രാഷ്ട്രങ്ങളെല്ലാം ഒന്ന് മനസ്സിൽ കണ്ടു നോക്കൂ. ആ ഒരു രാഷ്ട്രവും നമ്മുടെ പുറകിലില്ല. നമ്മുടെ എത്രയോ മേലെ അവരെല്ലാം കിടക്കുന്നു. ഇതാണ് അവസ്ഥ. ഇതാണ് രാജ്യത്തിന്റെ അവസ്ഥ. അനേക കോടികൾ ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാത്തവർ, ജീവിക്കാൻ വഴിയില്ലാത്തവർ. അതാണ് നമ്മുടെ രാജ്യത്തിന്റെ നില. തൊഴിലോ ഉള്ള തൊഴിലും നിഷേധിക്കുകയാണ്. ഇവിടെ തൊഴിൽ നിഷേധം കേന്ദ്ര ഗവൺമെന്റിന് മുഖമുദ്രയാക്കി മാറ്റിയിരിക്കുന്നു. അതിന്റെ ഭാഗമായി സാധാരണഗതിയിൽ തൊഴിൽ കൊടുക്കേണ്ട സ്ഥാപനങ്ങളുണ്ട്. വലിയ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, റെയിൽവേയെ പോലുള്ളത്. ആ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെല്ലാം വലിയ തോതിലാണ് തസ്തികകൾ ഒഴിഞ്ഞു കിടക്കുന്നത്. ആളെ നിയമിക്കുന്നില്ല. നിയമിക്കാൻ തയ്യാറായാൽ 10 ലക്ഷം ആളുകൾക്ക് തൊഴിൽ കിട്ടും. പക്ഷെ തയ്യാറില്ല. തൊഴിലാളികൾ നേടിയെടുത്തിയ അവകാശങ്ങളുണ്ട്. ആരും ദയാവായ്പോടെ അനുവദിച്ചു കൊടുത്തതല്ല. തൊഴിലാളികൾ നിലവിലുണ്ടായിരുന്ന അതിക്രൂരമായ തൊഴിൽ വ്യവസ്ഥക്കെതിരെ പ്രക്ഷോഭവും സമരവും നടത്തി ത്യാഗനിർഭരമായ പ്രവർത്തനങ്ങളിലൂടെ നേടിയെടുത്തിയ അവകാശം. ആ അവകാശങ്ങളാണ് ഓരോന്നോരോന്നായി ഇപ്പോ ഹരിച്ചുകൊണ്ടിരിക്കുന്നത്. ആർക്കു വേണ്ടി? കോർപ്പറേറ്റുകൾക്ക് വേണ്ടി. കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയുള്ള ഭരണം, ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഭരണമല്ല.
പാവപ്പെട്ടവരെ കാണുന്നില്ല. ഇതിന്റെ ഫലമായി പാവപ്പെട്ടവർ കൂടുതൽ പാപ്പരീകരിക്കപ്പെടുന്നു, സമ്പന്നർ അതിസമ്പന്നരായി മാറുന്നു. ഇതാണ് നമ്മുടെ രാജ്യത്തിന്റെ നില. ഇത്തരമൊരു ഭരണത്തിനാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെന്റ് നേതൃത്വം കൊടുക്കുന്നത്. ഇതെന്തുകൊണ്ട്? അതും നാം പരിശോധിക്കണം. ഇത് വരുന്നത് നയത്തിന്റെ ഭാഗമായിട്ടാണ്. കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കുന്ന നവ ഉദാരവൽക്കരണ നയമുണ്ട്. ആ നവ ഉദാരവൽക്കരണ നയം നമ്മുടെ രാജ്യത്തെ ഈ നിലയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഈ നവ ഉദാരവൽക്കരണ നയം ആദ്യം തുടങ്ങിയത് BJP ആണെന്ന് പറയാൻ പറ്റില്ല. ആരാ തുടങ്ങിയത്? അത് കോൺഗ്രസ് ആണ്. കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് രാജ്യത്ത് നവ ഉദാരവൽക്കരണം നടപ്പാക്കിയത്. ആ കോൺഗ്രസ് അനുഭവത്തിലൂടെ ഈ കാര്യങ്ങളിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടോ? കാരണം നവ ഉദാരവൽക്കരണം ജനദ്രോഹപരമാണെന്ന് പൊതുവെ കണ്ടിരിക്കുന്നു. പാവപ്പെട്ടവർ കൂടുതൽ പാപ്പരീകരിക്കപ്പെടുന്നു, സമ്പന്നരെ അതിസമ്പന്നരാക്കുന്നു. ഞങ്ങൾ തുടങ്ങിയ നയം പെശകായിപ്പോയി എന്നേതെങ്കിലും ഘട്ടത്തിൽ കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ടോ? എല്ലാ ഘട്ടത്തിലും ആ നയത്തെ അംഗീകരിച്ച് ന്യായീകരിച്ച് നിൽക്കുകയാണ് കോൺഗ്രസ്. ഇവിടെയാണ് നാം ശ്രദ്ധിക്കേണ്ടത്. ഇപ്പൊ രാജ്യം ഭരിക്കുന്ന കോൺഗ്രസ് BJPക്കും നേരത്തെ രാജ്യം ഭരിച്ച കോൺഗ്രസിനും ഒരേ നയമാണ്. ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളിലുള്ള സാമ്പത്തിക നയം ഒരേ നയമാണ്. ഒരു വ്യത്യാസവും അവർ തമ്മിലില്ല. ഇവിടെ BJP വർഗീയതയാണല്ലോ അല്ലാതെ ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ തിരിച്ചുവിടാൻ ഉപയോഗിക്കുന്നത്. കാരണം ആളുകൾക്ക് അവരുടെ ജീവിതാനുഭവങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ അവസരം കിട്ടുന്നത് എപ്പോഴും വർഗീയ സംഘർഷത്തിലായിരിക്കണം, അതിൻ്റെതായ ചിന്തയിലായിരിക്കണം. ഇതാണ് സംഘപരിവാർ ആഗ്രഹിക്കുന്നത്, BJP ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത്. ആ കാര്യത്തിൽ കോൺഗ്രസിന്റെ നിലപാടെന്താണ്? വർഗീയതയുള്ള സമീപനം എന്താണ്? RSSഉം സംഘപരിവാറും ഉയർത്തുന്ന വർഗീയ നിലപാടുകളെ എങ്ങനെയാണ് എതിരിടേണ്ടത്? വർഗീയതയെ അതിശക്തമായി എതിർത്തുകൊണ്ടായിരിക്കണം. ഈ രാജ്യത്തിന്റെ ഇതേവരെ അനുഭവം എടുത്തു നോക്കി ഉയർന്നു വന്ന പ്രശ്നങ്ങൾ പരിശോധിച്ച് നോക്കൂ. ഏതെങ്കിലും ഘട്ടത്തിൽ ഉറച്ച നിലപാട് ഇത്തരം കാര്യങ്ങളിൽ കോൺഗ്രസ് പാർട്ടിക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? കേന്ദ്രമന്ത്രിമാർ, സംസ്ഥാന കോൺഗ്രസിന്റെ അധ്യക്ഷന്മാർ, ചില സംസ്ഥാന മുഖ്യമന്ത്രിമാർ, നേരത്തെ മുഖ്യമന്ത്രി സ്ഥാനം വഹിച്ചിരുന്നവർ, മന്ത്രിസ്ഥാനം വഹിച്ചവരെ, സംസ്ഥാന കോൺഗ്രസിന്റെ പ്രധാനികൾ, അങ്ങനെ ഒരു വലിയ നിര ഇപ്പൊ കോൺഗ്രസിനോടൊപ്പം ഇല്ല. എവിടെയവര്? BJPയിൽ കൊടുക്കുന്നത്. അത് തടസ്സമില്ലാതെ കൊടുക്കണമെന്നാണ് LDF ഗവൺമെന്റ് ആഗ്രഹിച്ചത്. അതിനുവേണ്ടി ഒരു കമ്പനി രൂപീകരിച്ചു.
ആ കമ്പനി പെൻഷൻ കൊടുക്കുക, കമ്പനിക്ക് സർക്കാർ പണം കൊടുക്കുക. പറ്റില്ല, അത് തുടരാൻ പറ്റില്ല. അതിന് തടയിട്ടു. ആര്? കേന്ദ്ര ഗവൺമെന്റ്. എന്ത് ചെയ്തു? ഈ കമ്പനി എടുക്കുന്ന കടം സംസ്ഥാനത്തിന്റെ വായ്പാ പരിധിയിൽ ഉൾപ്പെടുത്തും. അതോടെ പിന്നെ അവർക്ക് പ്രവർത്തിക്കാൻ പറ്റാതെയായി. മാത്രമല്ല, കണ്ടതല്ലേ എന്തെല്ലാം തരത്തിലുള്ള പ്രതിബന്ധങ്ങളാണ് തീർക്കാൻ നോക്കിയത്. വലിയ ദുരന്തം. എല്ലാവരും നമ്മളോട് സഹതപിച്ചു. ഒരുപാട് പേർ അവിടെ എത്തി സഹതപിച്ചു. പ്രധാനമന്ത്രി തന്നെ അവിടെ വരികയുണ്ടായി. നല്ല ഇടപെടലായിരുന്നു. ആളുകളെല്ലാം കണ്ടു. ദുരന്തത്തിന്റെ ശരിയായ മുഖം അദ്ദേഹത്തിന് മനസ്സിലായി. പഴയ ദുരനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ പൊതുവെ പ്രതീക്ഷിച്ചു ഇക്കാര്യത്തിൽ സഹായമുണ്ടാകുമെന്ന്. അദ്ദേഹത്തിന് വയനാട് വെച്ച് തന്നെ, വയനാട് കളക്ടറേറ്റിൽ ഞങ്ങൾ യോഗം ചേർന്നപ്പോൾ ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ആദ്യത്തെ നിവേദനം കൊടുത്തു. അന്ന് അദ്ദേഹം പറഞ്ഞ മറുപടി ഉചിതമായ മറുപടിയാണ്. സഹായിക്കും, എല്ലാ കാര്യങ്ങളും പരിശോധിക്കട്ടെ, വിലയിരുത്തട്ടെ, കേന്ദ്ര സംഘം വരും, അതിനുശേഷം ആവശ്യമായ സഹായം ചെയ്യും. നല്ലത്. നല്ല പ്രതീക്ഷ കേരളത്തിനുണ്ടായി. മാസങ്ങൾ പിന്നിട്ടു. നമുക്ക് സഹായമില്ല. നമുക്ക് സഹായമില്ല എന്നുള്ളത് അവിടെ ഇരിക്കട്ടെ. ഈ ദുരന്തം കേരളത്തിൽ മാത്രമല്ലല്ലോ. പ്രകൃതിയുടെ ദുരന്തം പല സംസ്ഥാനങ്ങളും ഏറ്റുവാങ്ങേണ്ടി വരുന്നുണ്ടല്ലോ. ഹിമാചൽ പ്രദേശ്, സിക്കിം, ആസാം, മഹാരാഷ്ട്ര, തെലങ്കാന, ആന്ധ്ര, ഒരുപാട് സംസ്ഥാനങ്ങൾ. ഈ പട്ടികയിൽ കേരളത്തെ മാറ്റി നിർത്ത്. ബാക്കി എല്ലാ സംസ്ഥാനങ്ങളെയും എടുക്ക്. എല്ലാവർക്കും കേന്ദ്രത്തിന്റെ സഹായം. അഭിമാനം പകരുന്ന ഒരുപാട് നേട്ടങ്ങളുടെ ഉടമയല്ലേ ഈ സംസ്ഥാനം. എന്നിട്ടും എന്തേ ഈ തരത്തിലൊരു മനോഭാവം? അതാണ് പ്രശ്നം. അവിടെയാണ് നാം കാണേണ്ടത്. നമ്മുടെ ഇത്തവണ ഒരു വ്യത്യാസം ഉണ്ടായി കേട്ടോ. കഴിഞ്ഞ തവണത്തെ പോലെയല്ല. കഴിഞ്ഞ കാലത്ത് കേന്ദ്ര ഗവൺമെന്റ് സമീപനത്തോടൊപ്പമായിരുന്നു ഫലത്തിൽ UDF നിന്നിരുന്നത്. ഇത് 2018 പ്രളയകാലം, അതിന്റെ ശേഷമുള്ള അവസ്ഥ എല്ലാം കേന്ദ്ര ഗവൺമെന്റിനെ കുറ്റപ്പെടുത്താൻ ഒരു ഘട്ടത്തിലും UDF തയ്യാറായിരുന്നില്ല. ഇത്തവണ വേറൊരു സ്ഥിതി ഉണ്ടായി. കേരളത്തിലുള്ള എല്ലാ MP-മാരും ഒന്നിച്ച് കേരളത്തിന്റെ ആവശ്യങ്ങൾ ഉയർത്തി. പച്ച നുണ ആ MP-മാരോട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, PDNA, പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ്സ് അസസ്മെന്റ്, അത് കൃത്യമായി നടത്തിയില്ല കേരളം. ശുദ്ധ നുണ. മറ്റ് സംസ്ഥാനങ്ങൾ മാതൃകയാക്കത്തക്ക രീതിയിൽ ആ പരിപാടി നടത്തിയവരാണ് നമ്മൾ. അത് കൃത്യസമയത്ത് കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തുപോവാണ്. ഇതാണ് നമ്മളോടുള്ള അനേകം പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു സമയമാണിത്. ആ പ്രശ്നങ്ങൾ കണ്ടുകൊണ്ട് ശരിയായ നിലപാട് സ്വീകരിച്ചു പോകാൻ കഴിയുന്ന പാർട്ടിയാണ് CPIM. ജില്ലാ സമ്മേളനത്തോടുകൂടി കൂടുതൽ കരുത്തോടെ ജനകീയ പ്രശ്നങ്ങൾ മുന്നോട്ട് വെച്ച് പ്രവർത്തിക്കാനും ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കാനും ഇവിടുത്തെ പാർട്ടിക്ക് കഴിയും. ആ ഉറപ്പ് നൽകിക്കൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാതെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യം.